ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആണിത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം. അപ്പോൾ മാവൊക്കെ നമ്മൾ അരച്ച് വെക്കാൻ മറന്നു പോകുന്ന ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് രാവിലെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ചെയ്തെടുക്കുന്ന റവ വെച്ചിട്ടാണ്, അരി വെച്ചിട്ടൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു അപ്പം നമ്മൾ ചെയ്തെടുക്കുന്ന അരി വെച്ചിട്ടൊന്നുമല്ല, റവ വെച്ചിട്ടാണ്. അപ്പോൾ ഏകദേശം 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്ന 1/2 കപ്പ് ചോറാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇന്ന് വെച്ച ചോറ് എടുക്കാം, അല്ലെങ്കിൽ ഇന്നലെ വെച്ചിട്ട് ബാക്കി വന്ന ചോറ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1/4 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു ഈസ്റ്റ് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് കട്ട തൈര് ചേർത്താലും മതി. അത്യാവശ്യം പുളിയുള്ള തൈര് ചേർത്താലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഈസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മേളിൽ ലിങ്ക് കൊടുക്കാം. അതാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ആ ഒരു ഹോം മെയ്ഡ് ഈസ്റ്റ് ചേർത്താലും മതി. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അത്യാവശ്യം ഒരു കട്ടിയായിട്ടുള്ള ഒരു പരുവം, ആ ഒരു പരുവത്തിന് വേണം നമ്മൾ ഈ ഒരു മാവ് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണ്ടുന്ന വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ ഒരു ഈസ്റ്റൊക്കെ നല്ലതുപോലെ ഒന്ന് പുളിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ കറക്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് കറക്റ്റായിട്ട് തന്നെ പുളിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റ് ചേർത്തത് കൊണ്ടാണ് ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പുളിച്ച് കിട്ടിയത്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ല അതിൽ പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു അരമണിക്കൂറോളം ഈ ഒരു മാവ് നമ്മൾ പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോഴേ ആ ഒരു പാകത്തിനുള്ള പുളിയായി കിട്ടുള്ളൂ. അപ്പോൾ ഇത് മതി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുളിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അപ്പമൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. പിന്നെ ഇത് അപ്പച്ചട്ടിയിലല്ല നമ്മളിത് ചുട്ടെടുക്കുന്നത്, സാധാരണ ദോശ തവയിലാണ് മാവ് ഒഴിച്ച് നമ്മൾ ചുട്ടെടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ച് ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാവ് ഒഴിച്ച സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് അതിൽ ഹോൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി അടച്ച് വെച്ചിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങയോ എണ്ണയോ അല്ലെങ്കിൽ ഒരുപാട് സമയം വെയിറ്റ് ഒന്നും ചെയ്യാതെ, അരിയൊന്നും അരയ്ക്കാതെ വളരെ പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പവും ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയായിട്ട് ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു വീഡിയോ ആയിരുന്നു. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, അതും ഹെൽത്തി ആയിട്ട് എണ്ണയോ തേങ്ങയോ ഒന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്തിട്ട് പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലോ മെയിൽ വഴിയൊക്കെ സെൻഡ് ചെയ്ത് തന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.